ശബരിമല സ്വർണമോഷണം അന്വേഷണം വഴിത്തിരിവിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി വാസുവിലെത്തിയ അന്വേഷണം ഇനി എ പത്മകുമാറിലേക്കും തുടർന്ന് PS പ്രശാന്തിലേക്കും എത്തുമ്പോൾ വലിയ ഒരു കൊള്ളയുടെ സത്യാവസ്ഥ ഒന്നിനു പിറകെ ഒന്നായി പുറത്തുവരും. പലരും പല സംശയങ്ങളും പ്രകടിപ്പിച്ചെങ്കിലും അന്വേഷണം കൃത്യമായ ദിശയിലേക്കാണ് നീങ്ങുന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അഴിമതിയുടെ കറപുരളാത്തവരും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്തവരുമാണെന്ന നിലപാടാണ് ജനഭൂമി സ്വീകരിച്ചിരുന്നത്. ജനഭൂമി ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ലഭിച്ച സുപ്രധാനമായ ഒരു വാർത്ത മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ചില രഹസ്യ ഇടപാടുകൾ സംബന്ധിച്ചാണ്. അദ്ദേഹം സ്വന്തം ഫോണിനു പകരം ദേവസ്വം ഫോട്ടോഗ്രാഫർ ഉണ്ണിയുടെ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. ഉണ്ണിയുടെ ഫോൺ പരിശോധിച്ചാൽ പ്രശാന്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ പുറത്തുവരുമെന്നാണ് അറിയുന്നത്. കോൺഗ്രസുകാരനായിരുന്ന പ്രശാന്തിനെ CPM-ലേക്ക് എത്തിക്കാൻ ശ്രമിച്ച നേതാവ് ആരാണെന്നും ഈ ഇടപാടിൽ അദ്ദേഹത്തിന് ലഭിച്ച സാമ്പത്തിക ലാഭം എന്താണെന്നും അന്വേഷിച്ചാൽ ശബരിമല സ്വർണമോഷണം മറ്റൊരു തലത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അറസ്റ്റ് ഒഴിവാക്കാൻ വാസു പല പ്രമുഖ നേതാക്കളെ കണ്ട് കാലുപിടിച്ചെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങാത്ത അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അതൊന്നും വിലപ്പോയില്ല. കല്ലും മുള്ളും കാലുകുത്ത എന്ന് പിണറായി പറഞ്ഞതു മുതൽ അയ്യപ്പസ്വാമി ഓരോ കള്ളന്മാരെയും ഒന്നിനു പിറകെ മറ്റൊന്നായി കുത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.